ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SNK മെഡിക്കൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള നവാബി സെമായുടെ ഡെസേർട്ട് റെസിപ്പിയാണ്. നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഉണ്ടാക്കാൻ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കിനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നന്നായി ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 200 ഗ്രാം അളവിൽ വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പം ഇനി നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ട, കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് കഴിയുമ്പോൾ നമുക്കിതൊരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് ക്രീം തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലോറും അതുപോലെ 2 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ക്രീം തയ്യാറാക്കി എടുക്കാം. അതിന് ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കുന്നത്, 1/2 ലിറ്റർ അളവിൽ. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം, 1/2 കപ്പ് അളവിൽ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഷുഗർ നന്നായി മെൽറ്റ് ചെയ്യണം വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ മിക്സായി നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പതുക്കെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാൽ നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു വെസലെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റോസ്റ്റഡ് വെർമിസെല്ലി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, അത്രയ്ക്കും നല്ലതായിരിക്കും കേട്ടോ. അത് അത്രയ്ക്കും ഫിറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് ക്രീം ഒഴിച്ച് കൊടുക്കാം. പതുക്കെ ഒരു ഭാഗത്ത് നിന്ന് ഒഴിച്ച് വെച്ചിട്ട് വരാം. നമ്മൾ ക്രീം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെർമിസെല്ലി മേലേം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മേൽഭാഗം കവർ ചെയ്യുന്ന രീതിക്ക് വേണം നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ ഇട്ടാൽ മതി കേട്ടോ. എല്ലാ ഭാഗത്തും ഇങ്ങനെ ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് ഞാൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഹാഫ് നമ്മൾ ബോട്ടത്തിലും ഹാഫ് നമ്മൾ ടോപ്പിലാണ് ഇടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ക്രീമി ശരിക്കും സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് കുറച്ച് നമുക്കൊന്ന് ഇങ്ങനെ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്.
ഞാൻ എനിക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്ത് സംഭവം നമുക്ക് നോക്കാമല്ലോ. പതുക്കെ പതുക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാട്ടോ, പതുക്കെ എടുത്താൽ മതി. കണ്ടില്ലേ, നല്ല സ്വീറ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കാട്ടോ. നല്ല സിമ്പിളാണ്, കാണുന്ന പോലെ അല്ല, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് അതുപോലെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.